ഓരോ വകുപ്പിലെയും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർ കൃത്യമായ രീതിയിൽ വിവരങ്ങൾ പങ്കുവച്ചിരുന്നുവെങ്കിൽ വിവരാവകാശ കമ്മീഷന് മുമ്പാകെ പരാതി പ്രവാഹം ഉണ്ടാകില്ലായിരുന്നു. ഇന്നിപ്പോൾ വിവരാവകാശ കമ്മീഷന് മുമ്പാകെയുള്ള പരാതി പ്രവാഹങ്ങൾ കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളും വർഷങ്ങളുമായി. ഞാൻ RT എഴുതാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 18 വർഷത്തിലധികമായി. ഞാൻ ഈ അടുത്ത കാലത്ത് ഈ 18 വർഷത്തിലധികം ഒരു 5000-ലധികം പ്രാവശ്യം ഞാൻ RT തന്നെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് അക്ഷയ സെൻറ്ററുകൾ വാങ്ങുന്ന തുക അതിനെ പ്രദർശിപ്പിക്കണം, ഇന്ന സ്ഥലത്ത് ഇത്ര രൂപ വാങ്ങിച്ചു, അപ്പോൾ ആ ഇതിനെക്കുറിച്ചുള്ള പരാതിക്ക് എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. അതിനൊന്നും സംഭവിച്ചില്ല. സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ മറുപടി തരേണ്ടതാണ്. ഒന്നുമല്ലെങ്കിൽ അപ്പീൽ അധികാരി ഇത് പരിശോധിക്കുകയെങ്കിലും ചെയ്യേണ്ടതാണ്. അത് അദ്ദേഹം പരിശോധിച്ചു പോലുമില്ല. സാധാരണക്കാരൻ്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ പങ്കുവയ്ക്കാത്ത ഇൻഫർമേഷൻ ഓഫീസർമാർക്കെതിരെ വിവരാവകാശ നിയമം ഉപയോഗിച്ച് നടപടിയെടുക്കാൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്. എന്നാൽ ഈ അധികാരം കമ്മീഷൻ കാര്യമായ രീതിയിൽ പ്രയോഗിക്കാറില്ല. ഇതാണ് ഇത്തരക്കാർക്ക് ഈ വിവരങ്ങൾ സാധാരണക്കാരന് കൈമാറാനുള്ള വൈമുഖ്യവും. ഇതിങ്ങനെ തുടർന്നാൽ പിന്നെ എങ്ങനെ നമ്മുടെ വിവരാവകാശ നിയമത്തിന് ഒരു നല്ല ഭാവി ഉണ്ടാകും? അതേപോലെ കൊച്ചി നഗരസഭയ്ക്ക് അവർ വിവരാവകാശം കൊടുത്തു. 114 കട ബ്രോഡ്വേയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 114 കടകൾക്ക് ലൈസൻസ് ഉണ്ടാകുന്ന ചോദിച്ചു വിവരാവകാശം കൊടുത്തു ഒരു 5 കൊല്ലം മുമ്പ്. അതിന് ലൈസൻസ് ഇല്ല എന്നാണ് എനിക്ക് കിട്ടിയ മറുപടി. ഈ അടുത്ത കാലത്തായിട്ട് വീണ്ടും ഞാൻ അതിൽ എത്രണ്ണത്തിന് ലൈസൻസ് എടുത്തു എന്ന് ചോദിച്ചു. ഇത് ഈ സാധനം കൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ കരുതലും കൈത്താങ്ങും എന്നുള്ള സംവിധാനത്തിൽ ഞാൻ ചെന്നു. 114 കടകൾക്ക് ലൈസൻസ് ഇല്ലാന്ന് ഇന്നുവരെ എടുപ്പിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ എന്തിനാ ഇത് പ്രവർത്തിക്കുന്നത്? കൊച്ചി നഗരസഭ കിട്ടാനുള്ള കാശാണത്. വിവരാവകാശ കമ്മീഷൻ ഒന്നാമത്തെ രാഷ്ട്രീയക്കാർ വരുമ്പോഴാണ് ഇതിൻ്റെ പോസ്റ്റിംഗ് വരുന്നത്. ഈ പോസ്റ്റിംഗ് വന്നു കഴിയുമ്പോഴത്തേക്കും ഏതാണ്ട് 1 കൊല്ലം 2 കൊല്ലം പിടിക്കും. അപ്പോൾ എനിക്ക് അപ്പോൾ ആപ്ലിക്കേഷനുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കാണ്. അത് വിവരാവകാശ കമ്മീഷൻ്റെ പ്രവർത്തനം പൂർണ്ണമല്ല. ഞാൻ അയച്ച അപേക്ഷ 1.5 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിച്ചു വന്നത് നിങ്ങളുടെ ഇതിൽ കൗണ്ടർ സൈനില്ല. ഇതിൻ്റെ സെക്കൻഡ് അപ്പീലിൻ്റെ മറുപടി കിട്ടുമ്പോൾ മിനിമം ഒരു 3 കൊല്ലം പിടിക്കും. അപ്പോൾ ഈ പറയുന്ന SPO ഇവിടുന്ന് പോയിട്ട് 3 കൊല്ലം കഴിഞ്ഞ സർക്കാർ ട്രാൻസ്ഫർ ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകും. ഇതാണ് ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്നത്. വിവരാവകാശ കമ്മീഷൻ പോലും ഇത്തരത്തിൽ സുതാര്യമല്ലെന്നാണോ? സുതാര്യമല്ല. അതുകൊണ്ടാണ് 4-5 വർഷങ്ങളായ മറുപടിയൊക്കെയാണ് എനിക്ക് തരുന്നത്. വൈകി കിട്ടുന്ന നീതി നിഷേധത്തിന് തുല്യമാണെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് എന്നാണ് ഇവിടുത്തെ നിയമം പറയുന്നത്. 5 വർഷമായി കഴിഞ്ഞാൽ അത് കിട്ടിയിട്ട് എന്താ കാര്യം? ഈ സംഭവം തന്നെ വിട്ടുപോയിട്ടുണ്ടാവും. വളരെ അപൂർവം ചില മറുപടികൾ മാത്രം പൂർണ്ണമായി കിട്ടുന്നുണ്ട്. ഇതിൽ 100 എണ്ണം അയച്ചാൽ ഒരു 5 എണ്ണം ശരിയായ രീതിയിൽ നടന്നേക്കും. അഴിമതി തുടച്ചു നീക്കാനും സുതാര്യത ഉറപ്പുവരുത്താനും രാജ്യം കണ്ട ഏറ്റവും വലിയ ആയുധമായിരുന്നു വിവരാവകാശ നിയമം. സാധാരണക്കാരൻ്റെ അപേക്ഷകൾക്ക് മുന്നിൽ സർക്കാർ ഓഫീസുകളുടെ വാതിലുകൾ കൊട്ടിയടയുമ്പോൾ ഈ നിയമത്തെയാണ് അവർ പരിഹസിക്കുന്നത്. ബിനു തോമസിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.